ഇൻഫോമീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം. കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സർക്കാർ തീരുമാനം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗത സംവിധാനത്തിലും സാമൂഹിക ക്ഷേമ പദ്ധതികളിലും വലിയ സ്വാധീനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം രൂപം കൊണ്ടത്. പദ്ധതി ജൂൺ 15 മുതൽ ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടം 100 ദിവസത്തെ പരീക്ഷണകാലമായി കണക്കാക്കും. ഈ സമയത്ത് പ്രവർത്തനം വിലയിരുത്തി തുടർ നടപടികൾ തീരുമാനിക്കും. KSRTC നൽകിയ കണക്കുകൾ പ്രകാരം ഈ പദ്ധതിക്ക് വിവിധ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളുണ്ട്. എല്ലാ ബസ്സുകളിലും നടപ്പിലാക്കിയാൽ ഏകദേശം 112 കോടി രൂപ 3 മാസത്തിനുള്ളിൽ നഷ്ടം വരും. ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കിയാൽ ഏകദേശം 57 കോടി രൂപയായിരിക്കും നഷ്ടം വരുന്നത്. ഓർഡിനറി പ്ലസ് സിറ്റി ഫാസ്റ്റ് ഉൾപ്പെടുത്തിയാൽ ഏകദേശം 65 കോടി രൂപയായിരിക്കും നഷ്ടം വരിക. ഓർഡിനറി പ്ലസ് ഫാസ്റ്റ് പാസഞ്ചർ പ്ലസ് സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടുത്തിയാൽ ഏകദേശം 90 കോടി രൂപ നഷ്ടം വരും. ഈ കണക്കുകൾ സർക്കാർ നിലവിൽ വിശദമായി പഠിക്കുന്ന ഘട്ടത്തിലാണ്. സർക്കാർ വ്യക്തമാക്കുന്നത് ഈ പദ്ധതി KSRTCക്ക് ബാധ്യതയാകാതിരിക്കാനാണ് പ്രത്യേക സാമ്പത്തിക സംവിധാനം ഒരുക്കുന്നതെന്ന് ആണ്. നഷ്ടം സർക്കാർ തന്നെ വഹിക്കും. KSRTCക്ക് റീഫണ്ട് നൽകും. ധനകാര്യ സെക്രട്ടറിയെ പഠനത്തിന് ചുമതലപ്പെടുത്തി. ഇത് ഒരു സാധാരണ ട്രാൻസ്പോർട്ട് പദ്ധതി മാത്രമല്ല, ഒരു വലിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായി സർക്കാർ അവതരിപ്പിക്കുകയാണ്. പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ സർവജന ഉൾക്കൊള്ളലാണ്. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര. APL BPL വ്യത്യാസമില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ ഉൾപ്പെടും. എല്ലാ വരുമാന വിഭാഗങ്ങൾക്കും ഒരേപോലെ പ്രയോജനപ്പെടും. ഇതിലൂടെ സാമൂഹിക സമത്വം ലക്ഷ്യമിടുന്ന ഒരു വലിയ നീക്കമായി ഇത് മാറുന്നു. KSRTC കണക്കുകൾ പ്രകാരം ദിവസേന 10 മുതൽ 12 ലക്ഷം വരെ സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി നടപ്പിലായാൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പൊതുഗതാഗത ഉപയോഗം ഉയരാൻ സാധ്യതയുണ്ട്. സ്വകാര്യ വാഹന ആശ്രയം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ആദ്യം 100 ദിവസത്തെ പരീക്ഷണ ഘട്ടം തിരഞ്ഞെടുക്കുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. യാഥാർത്ഥ ചെലവ് മനസ്സിലാക്കാനും യാത്രാ പ്രവാഹം വിലയിരുത്താനും KSRTCയുടെ പ്രവർത്തന ഭാരം പരിശോധിക്കാനും ടിക്കറ്റ് സംവിധാനത്തിലെ മാറ്റങ്ങൾ പഠിക്കാനും ഈ പരീക്ഷണത്തിന്റെ ഫലമാണ് അടുത്ത ഘട്ട വ്യാപനത്തിലെ നിർണയമാകുക. ഈ പദ്ധതി 2 പ്രധാന മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. സാമൂഹികമായി നോക്കുമ്പോൾ സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യം വർദ്ധിക്കും. തൊഴിൽ മേഖലയ്ക്ക് കൂടുതൽ സ്ത്രീകൾ എത്താൻ സാധ്യത. അതുപോലെ പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കപ്പെടും. സാമ്പത്തികമായി നോക്കുമ്പോൾ സർക്കാർ ചെലവ് വർദ്ധിക്കും. KSRTC വരുമാന ഘടകം മാറും. ബഡ്ജറ്റ് സമ്മർദ്ദം ഉയരാം. ഇനി ഈ പദ്ധതിയെ കുറിച്ച് പൊതുജനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ നേട്ടമാണെന്ന് വിലയിരുത്തുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് സംസ്ഥാന ധനകാര്യത്തിന് അധിക ഭാരമാകുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പദ്ധതി വിജയകരമായി നടപ്പിലായാൽ KSRTCയുടെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും. പൊതുഗതാഗത സംവിധാനം ശക്തമാകും. മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറും. എന്നാൽ സാമ്പത്തിക നിയന്ത്രണം എത്രത്തോളം കാര്യക്ഷമമാകും എന്നതാണ് പ്രധാന ചോദ്യം. ജൂൺ 15 മുതൽ ആരംഭിക്കാനിരിക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ പൊതുഗതാഗത ചരിത്രത്തിൽ ഒരു നിർണായക മാറ്റമായി മാറുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഇത് ഒരു സാമൂഹിക ക്ഷേമ പദ്ധതി മാത്രമല്ല, ഒരു വലിയ സാമ്പത്തിക പരിഷ്കരണവും കൂടിയാണ്. അടുത്ത 100 ദിവസങ്ങൾ കേരളത്തിലെ ഗതാഗത രംഗത്ത് നിർണായകമാണ്. ഇത്തരം വിശകലനാത്മകമായ വാർത്തകളും കേരളത്തിലെ പ്രധാന സംഭവ വികാസങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.